വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അടുത്ത വാക്ക്. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും. ഇതെല്ലാം ഈരാറ്റിൻ പുറത്തെ ദൈവജനം കാണും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. വിശ്വാസവും കൊണ്ട് ആവശ്യം. അടുത്തത് താണ്ടേ, ഈ AI ക്യാമറ വെച്ചിട്ട് പുതിയ ക്യാമറ വന്ന ഭൂചലനം, ഈരാറ്റുംപുറത്ത് ഭൂമി കുലുങ്ങുമെന്ന് കമ്പ്യൂട്ടർ പറയുമെന്ന്. ഇതാ നടക്കുന്ന പുതിയ ടെക്നോളജി. ചാറ്റ് GPT ചോദിച്ചാൽ എത്രാം തീയതി ഇവിടെ ഭൂചലനം ഉണ്ടാവുമെന്ന് അതുവരെ പറയുമെന്ന്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിൻ്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. ഇപ്പോൾ 3 സയൻസായി, 2 കൂടെ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. 1, അവൻ മുഖാമുഖം കാണും. 2, അവൻ്റെ ശബ്ദം ലോകം കേൾക്കും. 3, മനുഷ്യൻ്റെ തലയോട്ടിക്കകത്ത് ഒരു മൈക്രോ ചിപ്പ് ഇന്ന് കൈക്കകത്ത് ഇംപ്ലാന്റ് ചെയ്താലും എലോൺ മസ്ക് പറയുന്നു അവൻ്റെ മസ്തിഷ്കത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. 6 ബാക്കപ്പ് നിങ്ങളുടെ വാട്സപ്പിലെ മെസ്സേജ് പിടിക്കുന്നത് പോലെ പിടിക്കാൻ പറ്റും. 4-മത്തെ കാര്യം, 2 കാര്യം പറയുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി നാളെ അവൻ്റെ പ്രതിമ. വായിച്ചാട്ടെ, വെളിപ്പാട് 13:15 വായിക്കാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. അവിടെ നിൽക്കട്ടെ മക്കളെ. ദാണ്ടേ കേരളം മൊത്തം കണ്ടില്ലേ ഈരാറ്റിൻപുറം. മേരാനാം സോബിയ നമസ്തേ ഇന്ത്യ കേട്ട കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സോബിയ റോബർട്ട് സ്കൂളിൽ പോകുന്ന ആരും കണ്ടില്ലേ? സ്വോത്രം. അവൾ ആദ്യം ബോംബെയിലാണ് വന്നത്. ഇന്നാൾ നേമത്ത് പാപ്പനംകോട്, നിങ്ങൾ അതുവഴി അങ്ങോട്ട് വരുന്നത്, പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് അവളെ കൊണ്ടുവന്ന് മാതൃഭൂമിയിലെ ലേഖിക ചോദിച്ച് സോബിയ നിൻ്റെ ഇഷ്ടം എന്ത് വന്ന്. അപ്പോൾ സോബിയ പറഞ്ഞറിയണ്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. കാലം തീരാറായല്ലോ. സ്വോത്രം. ഇനി വേറെ എന്താ, സോബിയയ്ക്ക് കല്യാണം കഴിക്കണമെന്ന്. ഇന്ന് രാത്രി നാട്ടുകാർ കേൾക്കണം, ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ. റോബോട്ടില്ല, ടെലിഫോണില്ല, വയറില്ല, ഇൻ്റർനെറ്റില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരപ്പച്ചൻ പത്മോസിനകത്ത് കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു എഴുത്, അന്ത്യകാലത്ത് റോബോട്ട് സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമ. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? മേരാ നാം സോബിയ, നമസ്തേ ഇന്ത്യ, നീര, റാഡ, മിത്ര. ബാങ്ക് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാസ്ബുക്ക് പതിപ്പിക്കാനും അവൾ വരാൻ പോകുന്നു. സന്തോഷമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുക്കാൻ പോവാ. കാർ ഷോറൂമിനകത്ത് ഗേറ്റ് തുറക്കുന്ന സോബിയ വരാൻ പോവാന്ന്. ഇത് മാത്രമല്ല, ജപ്പാനി ഇപ്പം അമ്മച്ചിമാർ ജോലിക്ക് പോകുമ്പോൾ റോബോട്ടിനെ ഏൽപ്പിച്ചിരിക്കുക. 4 ബാറ്ററി, ഇൻ്റർനെറ്റും, കുഞ്ഞിന് പാലും കുപ്പിയും എല്ലാം സോബിയ കൊടുക്കുമെന്ന്. സ്വോത്രം. ഇവിടുത്തെ ചേച്ചിമാരുടെ ജോലിയും പോകാൻ പോവാ. സ്വോത്രം. ഒരു കാര്യം കൂടെ പറയാം, TV വാർത്ത വായിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ എനിക്ക് നോട്ട് അയച്ചു തന്നു. താമസമിന ടെലിവിഷനിൽ വാർത്ത വായിക്കാൻ പോകുന്നത് റോബോട്ട് വാർത്ത വായിക്കുമെന്ന് ഒരു നോട്ട് ആരോ എനിക്ക് അയച്ചു തന്ന്. അതാണ്ട് വട്ടിയൂർ ക്യാവിൽ നിന്ന് ഒരുത്തി പോയി. അവളെ ISRോട് ആൾ വ്യോമമിത്ര. എൻ്റെ ഫയലിനകത്ത് എവിടെ ഉണ്ട്, നാളെ കാണിക്കാം. അർത്ഥം, അന്ത്യകാലത്ത് TV റോബോട്ട് വാർത്ത വായിക്കും. റോബോട്ടിൻ്റെ കൈ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് റോബോട്ട് വാർത്ത വായിക്കും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. 2 അടുത്ത കാര്യം, മനുഷ്യനെ കമ്പ്യൂട്ടർ കൊല്ലും. ഇൻ്റർനെറ്റ് മർഡർ. വായിച്ചാട്ട് മോളെ. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും. അന്ത്യകാലം മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. നടക്കുന്ന തൊടുപിടക്കാരൻ മോനെ, ഇത് നല്ലോണം എടുത്തോണേ. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്ന ഹൃദയം കൊടുത്തിട്ട് 337 പമ്പിങ് ഹൃദയം, മിനിറ്റ് 72 സെക്കൻഡ് ഇടി, 4 വാൽവുള്ള ഹൃദയം കൊടുക്കാൻ പോകുന്നു. തൊടുപിടക്കാരൻ മനുഷ്യനെ എന്താക്കാൻ പോകുന്നു? കമ്പ്യൂട്ടറിനെ മനുഷ്യനാക്കാൻ പോകുന്നു. സ്വോത്രം. റോബോട്ടിനെ മനുഷ്യനാക്കുന്ന അവൻ്റെ ജോലി. സാത്താൻ്റെ ഇഷ്ടമെന്താ? ആരാധന. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞു, അവന് കൃത്രിമ ബുദ്ധി കിട്ടും. അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ. ആ ബ്ലൂ ബ്രെയിൻ കിട്ടുമ്പോഴാ അവൻ ജനത്തെ വണങ്ങാൻ പറയും. അതിന് മുമ്പായിട്ട് ഒരു കളി വന്ന് ബ്ലൂ വൈൽ. അങ്ങനെ കളിച്ചൊരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, മാർനല്ലൂർ. ഒരു 9ാം ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുന്ന ഒരു കൊച്ചാ കമ്പ്യൂട്ടർ കളിച്ച് മരിച്ചുപോയി. മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും കേസുള്ളതാണ്. സ്വോത്രം. ഒരു പയ്യൻ എന്താ, അവന് ബ്രൂം അടച്ചിട്ട് കളിയായിരുന്നു. ബ്ലൂ വൈൽ പണ്ട് വന്ന കളിയാണ്. സ്വോത്രം. മാർനല്ലൂർ ചോദിച്ചാൽ മതി, സ്റ്റേഷൻ ചോദിച്ചാൽ മതി, അവർ പറയും പോകുമോട്ടി. ഒരു പയ്യൻ കയറി തൂങ്ങിച്ചത്ത് കളഞ്ഞു. 9ൽ മറ്റൊരു പഠിക്കും കൊച്ചു പയ്യൻ. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ കെണിയിൽ ട്രാപ്പിനകത്ത് വീഴും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. സോബിയ. ദാണ്ടേ, മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു.
അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അത് പറഞ്ഞ ഞാനല്ല, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു 1950 അലൻ ടോറി. അദ്ദേഹം ഈ പറഞ്ഞു, ഈ അവസാനം കമ്പ്യൂട്ടർ മനുഷ്യന് വിനാശാവും. ഇതില്ലായിരിക്കത്തില്ല. തീർന്നില്ല. ഈ ഗൂഗിളിനകത്ത് ഈ പെങ്കൊച്ചിനെ സോഫിയ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? ജെഫ്രി ഹിണ്ടൻ. അദ്ദേഹമായിരുന്നു ഗൂഗിളിലെ റോബോട്ടിൻ്റെ തലവൻ. അദ്ദേഹം ആ പരീക്ഷണശാലയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പറയുക, ഈ ഗൂഗിളിനകത്ത് ഞാൻ ഉണ്ടാക്കുന്ന പ്രതിമ അവസാനം എന്നെ കൊല്ലുമെന്ന്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവാന്ന്. സ്വോത്രം. ജെഫ്രി ഹിണ്ടൻ. കേട്ടോണേ, കമ്പ്യൂട്ടർ പഠിക്കുന്ന പിള്ളേർക്കറിയാം. അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് ആരും കയ്യിൽ പിടിക്കാത്തത്. പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കേട്ടോണേ ഇനിയുള്ള കാര്യങ്ങൾ. എന്താ ലാപ്ടോപ്പ്? ദാണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് മീഡിയ ലാസ്റ്റ് ചെന്ന് ചോദിക്കണം. ഇതിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ ഒരു മൈക്രോ പ്രോസസ്സർ, ഓർമ്മ നിൽക്കുന്നു. രണ്ടാമത്തത് ബാറ്ററി. അത് കഴിഞ്ഞ് 3 അതിൻ്റെ ബോർഡ്. 4 അതിൻ്റെ സ്ക്രീൻ. ആ സ്ക്രീനകത്ത് പണ്ടത്തെ കാലത്ത് കൺവെൻഷന് വലിയ ട്യൂബായിരുന്നു. അതാണ് ഈ സൗണ്ടുകാരിപ്പം എന്താണ്ട് ചെറിയ ബൾബാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. 5 കാര്യങ്ങളാണ് ഒരു ലാപ്ടോപ്പ്. 1 മൈക്രോ പ്രോസസ്സർ, 2 ലിഥിയം ബാറ്ററി, 3 ബോർഡ്, 4 14 ഇഞ്ച് സ്ക്രീൻ, സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ കത്തുന്ന ബൾബ്. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ തിരുവല്ലാമല 8 വയസ്സുള്ള ഒരു കുഞ്ഞ് മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതാണ് കേരള പോലീസും പറയുന്നത്. ദാണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ച് ദാണ്ട് സാംസങ് 7 ഗാലക്സി നിർത്തി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈരാറ്റുപുറത്തുകാർ കേൾക്കട്ടെ, ബൈബിളിനകത്തുണ്ടോ ഈ കാര്യങ്ങളെല്ലാം? ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് വലിയ അടുപ്പം. അവന് രാത്രിയിൽ സംസാരിക്കാൻ കയറും. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചെറുപ്പക്കാരൻ പറയും, അവൾ അനുസരിക്കത്തില്ല. അന്നേരം അവൻ്റെ സിസ്റ്റത്തിൽ നിന്നൊരു മെസ്സേജ് അയക്കും. അതിൻ്റെ പേരാ വൈറസ് മെസ്സേജ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിനകത്ത് മൊബൈൽ കമ്പനി പറയുന്നൊരു കാര്യമുണ്ട്, അറിയാത്ത കോൾ വന്നാൽ എടുക്കരുത്. മിണ്ടുന്നില്ലല്ലോ ചില മൊബൈൽ കമ്പനികൾ. തീർന്നില്ല, ചില മെസ്സേജ് വന്നാൽ ഓപ്പൺ ചെയ്യരുത്, നിങ്ങളുടെ സിസ്റ്റം ഹാക്കാവുമെങ്കിൽ. ഈ ചെറുപ്പക്കാരനും ഈ പെങ്കൊച്ചും അവിടെ നിൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വൈറസ് മെസ്സേജ് വരും. മെസ്സേജ് വന്നാൽ ബോർഡിന് കേടാം, ബോർഡ് താങ്ങത്തില്ല, ലിഥിയം ബാറ്ററി ഷോർട്ടാവുമ്പോൾ സ്ക്രീൻ കയറി കത്തും, മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് തീ പിടിച്ച് മനുഷ്യൻ മരിക്കും. ഇവിടെ ഈ സൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നു. കേട്ടോണേ, ഈ സൗണ്ട്സിൻ്റെ താഴെ ഒരു 5-6 ആംപ്ലിഫയർ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ശബ്ദം പരിധിയിൽ കഴിഞ്ഞാൽ സൗണ്ട്സ് ഉപയോഗിക്കുന്ന സഹോദരനല്ല കുഴപ്പം, ആംപ്ലിഫയറിലെ റെസിസ്റ്റൻസ് പുകയാൻ തുടങ്ങും. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അവർ മോണിറ്റർ വെച്ച് മേക്കപ്പ് ചെയ്യുന്നത്. അതുപോലെ ഈ കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റാത്ത വൈറസ് മെസ്സേജ് വരുമ്പോൾ എന്താ കാര്യം? ഈ പെൺകുട്ടി ലാപ്ടോപ്പ് നോക്കിയിരിക്കുക, ഇമ്മീഡിയറ്റായി ബോർഡിനകത്ത് ചൂട്, ലിഥിയം ബാറ്ററി ഷോർട്ട്. ആ സമയത്ത് സ്ക്രീൻ പൊട്ടി മനുഷ്യൻ മരിക്കും. അതാ തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുള്ള മകൾ മൊബൈൽ അധികം ഉപയോഗിച്ചപ്പോൾ സൈഡിലെ ബൾബ് അവളുടെ തലയ്ക്കകത്ത് പൊട്ടിക്കേറി. അമ്മച്ചി പോലും ഞെട്ടിപ്പോയി, മിനിറ്റ് കൊണ്ട് മരിച്ചു. കേരള പോലീസ് അതാ പറയുന്നത്, മൊബൈൽ പോക്കറ്റിനകത്ത് ഇടരുത്. മിണ്ടുന്നില്ല, കീശയ്ക്കകത്ത് ഇടരുത്, പരിധിയില്ലാതെ മൊബൈൽ ഉപയോഗിക്കരുത്. ഇന്ന് രാത്രി ചെന്നൈയിൽ കാർ ഓടിച്ചവൻ പരിധിയിൽ കഴിഞ്ഞ് മൊബൈൽ ഉപയോഗിച്ചപ്പോൾ കാർ കത്തി. തിരുവനന്തപുരം ജില്ലയിൽ കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു. അടൂരിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വേറെ ഒന്നും കൊല്ലാൻ വേണ്ട, ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇവിടെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ഈ രാറ്റുംപുറത്തുകാർ കണ്ടില്ലേ, റോഡ് ഷോ, ബൈയോ ബെഗനോ, കൈ ലാപ്ടോപ്പ് പോയിട്ടൊരു മൊബൈൽ പോലുമില്ല. സന്തോഷമില്ലല്ലോ. തീർന്നില്ല, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അമേരിക്കയിൽ പോയി കസേരയായിരുന്നു, ലാപ്ടോപ്പും ഇല്ല, മൊബൈലും ഇല്ല. സ്വോത്രം. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര DYSP ഇന്ന് രാത്രി പോയി കാണണം. എന്നിട്ട് പറയണ ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ DYSPമാർക്കും കേരള പോലീസ് കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ്. അദ്ദേഹം ഒന്നീ ഗൺമാൻ്റെ കൂടെ വെക്കും, അല്ലെ മേശപ്പുറത്ത്. ചോദിച്ചാൽ പറയുന്നത് എന്ത് കാര്യം എന്നറിയോ? ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, തീരാ സാധ്യത. ഉന്നത ഉദ്യോഗസ്ഥർ ഇത് മേശപ്പുറത്ത് വെച്ച് നേതൃത്വത്തോട് ഇത് തൊട്ടാൽ ലാപ്ടോപ്പ് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് ആ പ്ലെയിനകത്ത് കയറുമ്പോൾ അവർ അനൗൺസ് ചെയ്യും, ലാപ്ടോപ്പ് ഓഫാക്കിയിട്ട് താഴെ വെച്ചിരിക്കണം, ഉപയോഗിക്കരുത്. കണ്ടോ, ഫ്ലൈറ്റിനകത്ത് പോലും നിയന്ത്രണങ്ങൾ ലാപ്ടോപ്പിന്. അന്ത്യകാലത്ത് ഇൻ്റർനെറ്റ് മർഡർ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ജെഫ്രി ഹിണ്ടൻ ഓടിപ്പോയെങ്കിൽ, അലൻ ടോറി പോയെങ്കിൽ, ഇന്ന് രാത്രി മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർ, ഇനിയുള്ള കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരും. സാത്താൻ്റെ ഇഷ്ടം എന്തുവാ? ആരാധന. കേട്ടോണം ചെറുപ്പക്കാർ,
ശദ്രക്ക്, മേശക്ക്, അബേദനഗോഗ് ദുരാശു സമഭൂമി ചെന്നിട്ട് നെബൂഖദ്നേസർ സ്വോത്രാഴ്ചയല്ല ചോദിച്ചു, ഒന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു. സ്വോത്രം. യേശുവിനെ ഉയർന്ന മല പിശാച് കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞു? ഒന്ന് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്നവര് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത്, നാടൻ ഭാഷ. വൈകിട്ട് സഹോദരി സീരിയൽ കാണാൻ TV ഓൺ ചെയ്യും. ആദ്യം TV ഓൺ ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ പരസ്യം, പിട്ടാപ്പള്ളി ജുവലറിയുടെ പരസ്യം, പിന്നെ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ പരസ്യം. അവൻ്റെ വരിസംഖ്യ കഴിഞ്ഞിട്ടേ കീക്കി അടിച്ചാലും അവസാനം സീരിയൽ വരത്തുള്ളൂ. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ലാപ്ടോപ്പിനകത്തും മൊബൈലിനകത്തും ടെലിവിഷനകത്തും വരാൻ പോകുന്നു സോഫിയയുടെ മൂത്ത ചേച്ചി വരാൻ പോകുന്നു. ആ ലാപ്ടോപ്പിൻ്റെ കണ്ണിൽ കൂടി നിങ്ങളെ കാണും നിങ്ങളുടെ മൊബൈൽ ക്യാമറ. കണ്ടില്ലയോ? ഇന്ന് എല്ലാ മൊബൈലിലും ക്യാമറയില് സഹോദരന്മാർ 2 ഉള്ളു, ചേച്ചിമാരെ 4 ക്യാമറ മൊബൈൽ. സ്വോത്രം. ഇതിൽ കൂടെ കാണും അമ്മാമ്മയെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. അവൻ ഇങ്ങനെ നോക്കും വാട്സപ്പ് വഴി. വണങ്ങിയില്ലെങ്കിൽ വഴിയാധാരമായ ആധാർ വാക്സിൻ്റെ മറവിൽ കൊണ്ടുപോയി മെസ്സേജ് അയച്ച് മനുഷ്യനെ കൊല്ലും. ഇൻ്റർനെറ്റ് മർഡർ. ഇന്ന് രാത്രി 3 സയൻസൂടെ നിങ്ങളുടെ മുൻപിൽ. ക്യാമറയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വെച്ച് ChatGPT വഴി രോഗം കണ്ടുപിടിക്കാൻ മെഡിക്കൽ സയൻസ് RNM. സോഫിയ വന്നെങ്കിൽ ഇനി സോഫിയയുടെ മൂത്ത ചേച്ചി വരാൻ പോകുന്നു ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും സോഫിയയുടെ ചേച്ചി വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു താമസം വിനാ മടങ്ങി വരും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാറായി. 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. ദൂഷണനാമം നിറഞ്ഞ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. G20 നിർമ്മല സീതാരാമൻ ഡൽഹി പറഞ്ഞു, ഒരുവൻ ലോകം ഭരിക്കണം. ഈ ഒരാഴ്ച കഴിയുമ്പോൾ ദുബായിൽ കാണാൻ പോന്നു. 200 നേതാക്കന്മാരും മാർപ്പാപ്പയും ഒരുമിക്കുന്നു ഒരുവൻ്റെ കയ്യിൽ ലോകം കൊടുക്കുവാൻ. ആ ഒരു ഭരണം ഇവിടെ ഇറങ്ങി വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ ഹല്ലേലൂയ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. മകനെ, മകളെ, ഇന്ന് രാത്രി താങ്കൾ ഒരു പാപിയാണോ? പഴയ നിയമത്തിൽ ഒരു കുഞ്ഞു പാപം ചെയ്താൽ പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. സ്വോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരപ്പൻ്റെ മകൻ, അതിന് ഞങ്ങൾ ബൈബിൾ വിളിക്കുന്നു ധൂർത്തുപുത്രൻ, അവൻ വീട്ടുപോയി വീട്ടിൽ നിന്ന് ധനവും മാനവും നേടി കൂട്ടുകാരുടെ അടുത്ത് പോയി കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് അവൻ്റെ ശരീരവും സൗന്ദര്യവും പോയി. കൂട്ടുകാർ അവനെ തള്ളിക്കളഞ്ഞ് പന്നിയുടെ കൂട്ടത്തിൽ വാളവരെയും പാന്നയും കഴിച്ച് പന്നിയുടെ കാടിയും കുടിച്ചപ്പോൾ അപ്പൻ്റെ വീട്ടിനെ പറ്റി സുബോധം തോന്നി. അവിടെ പാസ്റ്ററും അച്ഛനും തന്നില്ല. അവൻ ഭേദിയ യാത്രയായി. ശ്രോത്ര, ഇന്ന് രാത്രി അവൻ മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈരാറ്റിൻപുഴം കീഴാറൂർ മദ്യപിക്കുന്ന സഹോദര, കുടുംബജീവിതം തകർന്ന സഹോദര, നീ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി നിനക്കൊരു വാതിൽ തുറന്നിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മടങ്ങി വരാൻ തയ്യാറുണ്ടെങ്കിൽ. പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ പാളയത്തിനകത്ത് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ന്യായപ്രമാണം പറയുമ്പോൾ പുതിയ നിയമത്തിലെ അപ്പൻ കൃപയുടെ പ്രമാണവുമായി മടങ്ങി വന്നവനെ മാറോട് ചേർത്തു. കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ പേരാ കാൽവറിയിൽ നിത്യസ്നേഹം. സ്വോത്രം. 2, പഴയ നിയമത്തിൽ ഒരു പെൺകുട്ടി പാപം ചെയ്താൽ അവളെ പാളയത്തിനകത്ത് കൊണ്ടത് ചൂട്ടുകൊല്ലണം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരശുശൂഷയിൽ ഒരു പെൺകുട്ടിയെ പള്ളി പ്രമാണിമാർ കൊണ്ടു നിർത്തി. മോശയുടെ ന്യായപ്രമാണം. യേശുവിനോട് പറഞ്ഞു, ഇതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം, മാത്രമല്ല തീ വറ്റിക്കണം. യേശു താഴെ ഹല്ലേലൂയ വന്നവരുടെ മുഴുവൻ പേരെഴുതി. അത് കിട്ടിയ ആര്യങ്കോടുകാർ കേസെടുക്കുമെന്നറിയാം. പോക്സോ അവന്മാരെല്ലാം സ്ഥലം വിട്ടു. സ്വോത്രം. അവസാനം പെൺകുട്ടി അവിടെ നിന്നപ്പോൾ യേശു തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ
ഇനിമേൽ നീ പാപം ചെയ്യരുത്. പഴയ നിയമത്തിനകത്ത് പാപം ചെയ്ത പെൺകുട്ടിയെ തീ വെച്ച് മുച്ചൂടും കത്തിച്ച് കളയുവാൻ പറയുമ്പോൾ, പുതിയ നിയമത്തിലെ നല്ല നാഥൻ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ പ്രമാണമാ കൃപയുടെ പ്രമാണം. ഇന്ന് രാത്രി ഈരാറ്റിൻപുറത്ത് റോഡിനകത്തോ വീടിനകത്തോ പാപം ചെയ്ത് ദേഹത്തെ നഷ്ടപ്പെടുത്തി ആത്മാവിൻ്റെ നരകയാതനയ്ക്കകത്ത് പോകാൻ മരണം കൊതിക്കുന്ന സഹോദര, അവസാനമായി നിത്യജീവന്റെ വാതിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കടന്നുവാ, കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. അവസാനിപ്പിക്കാം. മത്തായി 7:13-14 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ക്രിസ്തീയ ജീവിതം ഇടുക്കുവാതിൽ. അടുത്തത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും. ഇന്നത്തെ വഴി അവറാച്ച അന്നമാമ പോയാൽ വായിച്ചാട്ട് വഴി വിശാലവും. വഴി വിശാലവും. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പോയാൽ മതി. അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. എന്നാൽ ഇന്ന് രാത്രി കഷ്ടത്തിന്റെ കണ്ണുനീരും കയ്പിൻ്റെ കാടിയും കുടിച്ച് വചനമാകുന്ന പെട്ടകമെടുത്ത് രക്ഷയുടെ ദൂതുമേറ്റെടുത്ത് പരിശുദ്ധാത്മ ശക്തി നിറവിൽ ദൈവത്തെ അംഗീകരിച്ച് ഒരു പുതിയ മനുഷ്യനായി ഇടുക്കുവാതിൽ കൂടി കടന്നാൽ നിത്യജീവൻ തരുവാൻ. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. എന്നാൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതിനുവേണ്ടി ഈരാറ്റിൻപുറത്തെ കൺവെൻഷൻ വെച്ചിരിക്കുന്നത് കരമുയർത്തുന്നവർക്കായി. വാതിലുകൾ അടയാറായി. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവനെ ചേർക്കാൻ യേശു വരാറായി. ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ആരാധനയിലേക്ക്. ഇന്ന് രാത്രി അമേരിക്കയിൽ ഏറ്റവും വലിയൊരു ക്യാൻസർ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ മാർക്ക്. പലപ്പോഴും ഞാൻ ഓർത്ത് പറയാറുണ്ട്. അദ്ദേഹം കർത്താവിനെ കാണുന്നത് എങ്ങനെ. അദ്ദേഹം ഒരു ദിവസം കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് ഒരു കോൺഫറൻസിന് പോകണം. വൈകിട്ട് 4:30 എയർപോർട്ട്, 5:30 പ്ലെയിൻ, പിറ്റേന്ന് കോൺഫറൻസ്. അദ്ദേഹം 4:30 എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് മുഴുവൻ അടച്ചിട്ടിരിക്കുന്നു. അവിടെ എഴുതി വരിക്കുന്ന സ്ട്രോങ് വിൻഡ്സ്, അഥവാ ശക്തമായ കാറ്റ്. ലാസ്റ്റ് 24 hours എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ. അവിടെ ചെന്ന് മാനേജരോട് പറഞ്ഞു, ഞാനാ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുള്ളി. മാനേജർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ പ്ലെയിൻ ഒന്നും പോകാൻ പറ്റത്തില്ല. മാനേജർ പറഞ്ഞു, ഒരു കാർ എടുത്ത് 9 മണിക്കൂർ ഓടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങി വാടകയ്ക്ക് ഒരു കാർ എടുത്തു. 4 മണിക്കൂർ കഴിഞ്ഞു. ഒരതിർത്തി കഴിഞ്ഞപ്പോൾ പെരുമഴ, കൈക്കകത്ത് വെള്ളമില്ല. 1 മണിക്കൂർ കൊണ്ട് അടുത്ത സംസ്ഥാനത്ത് പോകാൻ വന്ന വ്യക്തി അവിടെ എല്ലാം ഒരു കട അന്വേഷിച്ചു. കടയില്ല, ചെറിയ ചെറിയ കാടുകൾ മാത്രം. പോകുന്ന വഴിക്ക് ചെറിയ പോക്കറ്റ് റോഡിൽ 2 ചിമ്മിനി വിളക്കുകൾ കത്തിക്കിടക്കുന്നു. ചെറിയൊരു കൂര പോലെ വീട്. അവിടെ കാർ ചവിട്ടി കോണിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഇദ്ദേഹം പറഞ്ഞു, കോൾഡ് ഈസ് ടു മച്ച്, മൈ നെയിം ഈസ് മാർക്ക്. ഡോക്ടർ എന്നല്ല, മേക്ക് എ കാഫി ഫോർ മീ. എനിക്കൊരു കാപ്പി കിട്ടുമോ, ഭയങ്കര തണുപ്പാണ്. അവൾ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു. നിനക്ക് വേണ്ടി ഒരു കാപ്പി ഞാൻ ഇട്ട് തരാം. പെങ്കൊച്ചകത്തേക്ക് പോയി ഹീറ്ററിനകത്ത് വെള്ളം വെച്ചു. ചില മിനിറ്റുകൾ കഴിഞ്ഞ് വെള്ളം തിളയ്ക്കുമ്പോൾ അകത്ത മുറിയിൽ വന്ന് 5 വയസ്സുള്ളൊരു കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ആവേശത്തോടെ ഇങ്ങനെ പറയുന്നു, മകനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും. സ്വോത്രം. ഡോക്ടറിൻ്റെ അകത്തൊരു അകവാള് പോയി. താൻ ആരാന്ന് അവളോട് പറഞ്ഞിട്ടില്ല. താൻ വേറെ സംസാരക്കാരൻ, ഇവൾ മറ്റൊരു സംസാരക്കാർ. ആ ഡോക്ടർ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിക്കുന്നത്, എന്താ കാര്യം? അവൾ പറഞ്ഞു, സാറേ, എൻ്റെ ഭർത്താവ് മരിച്ചതാ. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ കുഞ്ഞിന് ഒരു ക്യാൻസറാണ്. പക്ഷേ ഈ പട്ടണത്തിലെ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ ചികിത്സയില്ല. അടുത്ത പട്ടണത്തിൽ താങ്കളല്ല, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടറുണ്ട്, മാർക്ക്. ഞങ്ങൾക്ക് പോകാൻ പൈസയില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഡോക്ടർ അവിടെ നിന്നിട്ട് ചോദിച്ചു, സഹോദരി, നിൻ്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, സഹോദരി, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാറ്റുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ 24 മണിക്കൂർ പ്ലെയിൻ അടച്ചിട്ടിരുന്നത്. നിന്റെ വീടിന് മുൻപിൽ ആക്കുറേറ്റായിട്ട് എൻ്റെ വണ്ടി ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അതുകൊണ്ട് ആ യേശു ജീവിക്കുന്നു. ഈ രാത്രി പറ, സ്തോത്രം. വ്യവസ്ഥയോടെ മുട്ടുമടക്കിയാൽ ഇന്ന് രാത്രി ലോകം പറയും കാറ്റ് കാണത്തില്ല. പുറത്ത് നല്ലൊരു വീട്, ഒരു ചെറുപ്പക്കാരി 2 നില വീട് നിർത്താൻ പോവുക. നിങ്ങൾ 2 മിനിറ്റ് ഇരുന്നാൽ ഇതൊക്കെ കേൾക്കണം മക്കളെ. നാളെ ഒരു സുദിനം കിട്ടാതിരിക്കും. അവിടെ ഒരു ചെറുപ്പക്കാരി, അവന് 40, അവൾക്ക് 38. 6 വർഷം വിദേശത്തായിരുന്നു. അവർ മടങ്ങി വന്നു. ഇപ്പം ലാപ്രോസ്കോപ്പിയൊക്കെ കഴിഞ്ഞ് ഒരു ശിശുവിനെ കിട്ടി. 2 വയസ്സുള്ളൊരു കുഞ്ഞ്, നാടൻ ഭാഷയിൽ. ആ കുഞ്ഞിന് കറുത്തൊരു കുഞ്ഞ്. 3 പേരും ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നു. നല്ല വീട്, കാർ പോർച്ച്, കമ്പ്യൂട്ടർ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നു ഒരു ബെഡിൽ തന്നെ. 3:30 ചെറുപ്പക്കാരിയും എഴുന്നേറ്റ് കുഞ്ഞുറങ്ങുമ്പോൾ ഒരു തലയണ കുഞ്ഞിനോട് ചേർത്ത് വെച്ചു. അവർ 2 പേരും പറഞ്ഞു, പക്കത്ത് തോട്ടമരക്കത്, അവിടെ പോയി വെള്ളം ചെടിക്ക് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നമുക്ക് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ചായ കൊടുക്കാം. ഇവർ വെള്ളമടിക്കാൻ പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാരുടെ ബഹളം, പോകാ.
അവർ പുറത്തോട്ട് ഓടി നോക്കിയപ്പോൾ തോട്ടത്തിൽ നിന്ന് ഓടി വന്ന് വീടിന് മുറ്റും നാട്ടുകാർ. അതെന്താ സംഭവിച്ചതെന്നറിയാമോ? ഷോർട്ട് സർക്യൂട്ട്. അയ്യോ, അവർ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് അതിനകത്ത് ഉറങ്ങുകയാണ്, ആ മുറിക്ക് തീ പിടിച്ച് കാണിയല്ല. നാട്ടുകാർ പറഞ്ഞു അയ്യോ അയ്യോ, ആ കുഞ്ഞിനെ എടുക്കാൻ പോയ നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകും. അവർക്കൊന്നും അറിയാൻ വയ്യ. ചെറുപ്പക്കാരും പറഞ്ഞു ഇനി ഞങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ല. വെളിനാട്ടിൽ പോയി അധ്വാനിച്ച് ടെസ്റ്റും ചികിത്സ എടുത്ത് കിട്ടിയ കറുത്ത ഒരു കോച്ച, അതിനെ കിട്ടിയാൽ മതി. രണ്ടുപേരും കൈ കൊടുത്തു. നാട്ടുകാരോട് പറഞ്ഞ് ആരൊക്കെ തടഞ്ഞാലും ഞങ്ങൾ ഈ വീട്ടിനകത്ത് കയറി ഞങ്ങൾ മരിച്ചാൽ. ചില നിമിഷങ്ങൾ അവർ കൈ കൊടുത്ത് കത്തുന്ന വീടിൻ്റെ പാളിക്കകത്ത് വാതിലുകൾ ചവിട്ടിക്കൊണ്ട് അകത്തെ കോറ്റ ഓട്ടം കട്ടിലിനകത്ത് കിടക്കുന്ന 2 വയസ്സുള്ള കറുത്ത കൊച്ചിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ശരീരം അല്പം തീ പിടിച്ചിരിക്കുക. പുറത്തോട്ട് ഓടി വന്നിട്ട് നാട്ടുകാർ കാണുക പറഞ്ഞു വീട് കത്തട്ടെ, കാർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ ബാങ്കിലെ പാസ്ബുക്ക് കത്തട്ടെ, ഞങ്ങളുടെ ചങ്കിലെ ചോരയാൽ ജനിച്ച കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടിയെങ്കിൽ അതിലും വലിയ സന്തോഷമില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ രാറ്റിൻ പുറത്തോടെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രന് മാനവകുലത്തിൻ്റെ പരപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കൊടുത്തുവെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. ഇന്നലെ രാത്രി രക്ഷയുടെ ടിക്കറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രിയും 2 കാര്യം നിങ്ങളോട് പറഞ്ഞു. പാപം ചെയ്ത ധൂർത്തപുത്രൻ മടങ്ങി വന്നു. അപ്പൻ അവനെ മാറോട് ചേർത്തണച്ചു. പട്ടണം മുഴുവൻ പിടിക്കപ്പെട്ട പാപിനി യേശുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയപ്പോൾ അവൻ്റെ കരം തൊട്ട് അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി സഹോദര, താങ്കൾ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? ഇന്ന് കിടന്നു കഴിഞ്ഞാൽ നാളെ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. മരണം പിടിക്കുന്നതിന് മുമ്പ് മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. മകളെ, ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വെച്ച് പ്രതിസന്ധികൾ നിന്നെ കടന്നു പിടിച്ച് ഒരുപക്ഷെ സ്വാഭാവിക ജീവിതത്തിൽ നീ മാറ്റപ്പെട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണെങ്കിൽ നീ മരിക്കേണ്ട കാര്യമില്ല. നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ പരമയാഗമായെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുക സഹോദരി. അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി നിന്നെ കഴുകുന്ന രാത്രിയാ. പട്ടണം മുഴുവൻ പിടിക്കപ്പെട്ടവളുടെ തലകളിലേക്ക് നാഥൻ്റെ കരമിറങ്ങി അവളെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി അവസാന വാക്കുകളാകരുത് മക്കളെ. ഇന്ന് രാത്രി ശബ്ദം കേട്ടിട്ട് ഗ്രൗണ്ടിൽ വന്നില്ലെങ്കിൽ ഞാനൊരു പാപിയാണേ, ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. മകനേ, മകളെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തിയെങ്കിൽ ഈ ശക്തിയേറിയ ക്രൂശിൻ്റെ വചനം കേട്ട് ഇന്ന് രാത്രി കാൽവറി മലയിലേക്ക് മടങ്ങി വാ. സോഫിയയുടെ മൂത്ത ചേച്ചി നമ്മുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും വെളിപ്പെടുന്നതിന് മുമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം. കരമുയരുന്നില്ലല്ലോ. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ ഇന്ന് രാത്രി അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെയില്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റെ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ വരും.